അന്ന് ശബത്താന്ന് പറഞ്ഞ് നിങ്ങൾ അത് രക്ഷപ്പെടുത്താതിരിക്കുവോ? കാശ് കൊടുത്തവൻ, മുതൽ കൊടുത്തവൻ മേടിച്ച ഒരു വളർത്തുമൃഗം ഏതെങ്കിലും തരത്തിൽ കയറഴിഞ്ഞു പോകുകയോ അത് കിണറ്റി വീഴുകയോ കുഴി വീഴുകയോ ചെയ്താൽ ഉടനെ കാശ് മുടക്കും, രക്ഷപ്പെടുത്തും. അതാരാണെങ്കിലും ചെയ്യും. അല്ലത് പോകട്ടെ, ഇന്ന് ആരാധന കഴിഞ്ഞ് പോകുന്നുള്ളെന്ന് ആരും തീരുമാനിക്കുവോ? അതാ കർത്താവ് അവരുടെ മനസ്സ് കണ്ടത്, അവരുടെ പല മനസ്സുകൾ. അപ്പൊ ഇതിന്റെ അർത്ഥം, അതുകൊണ്ട് കർത്താവ് പറയാണ്, 18 വർഷക്കാലം രോഗിയായ ഈ കൂലി വെച്ചോണ്ടിരുന്ന സ്ത്രീയുടെ അവിടെ സങ്കടം, അവിടെ കരച്ചിൽ, അവരുടെ നിലവിളി പരിഹരിച്ചതാണോ? എനിക്ക് പരിഹരിക്കാൻ കഴിയാതെ ഇരിക്കുമോ? അതാണോ വലിയ കുറ്റം എന്ന് കർത്താവ് ചോദിക്കുകയാണ്. എത്രാമത്തെ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, സാത്താൻ 18 സംവത്സരമായി. നിസ്സാര കാര്യമല്ല കേട്ടോ. സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനമഴിച്ച് ഇവിടെ വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ഉണ്ടോ? സാത്താൻ 18 വർഷം ബന്ധിച്ചിട്ടിരിക്കുകയാ. ഇവൾ അബ്രഹാമിന്റെ മകളാ. അബ്രഹാം വിശ്വാസികളുടെ പിതാവാ. ആ വംശത്തോട് ചേർന്ന് വന്നിരിക്കുകയാ. ഇവളും അബ്രഹാമിന്റെ മകളായികയാൽ ഇവക്ക് വിടുതൽ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അബ്രഹാമിന് ദൈവം പറഞ്ഞു, ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും നിനക്ക് ഞാൻ സന്തതികളെ വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യത്തില്ല. ആമേൻ. അതുകൊണ്ട് സാത്താൻ ബന്ധിച്ചവളെ ഞാൻ അഴിച്ചു വിട്ടതാണോ ഇത്ര തെറ്റായി പോയത്? സ്തോത്രം. കൃത്യസമയത്ത് പള്ളി ചെല്ലണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഇവിടെ വിടുതലുണ്ടോ? സൗഖ്യം പ്രാപിക്കുന്നുണ്ടോ? സന്തോഷം പ്രാപിക്കുന്നുണ്ടോ? നിന്റെ പ്രസംഗം കേട്ടിട്ട്, നിന്റെ ആരാധന കണ്ടിട്ട്, നീ ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? വിടുതലുണ്ടോ? സ്തോത്രം. ആ വിടുതലില്ലെങ്കിൽ ചുമ്മാതെ നടക്കത്തേ ഉള്ളു കാര്യങ്ങൾ. പ്രൈസോ. നാം അങ്ങനെയല്ല പോകേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു നിന്നും പ്രാപിച്ചത്, പൗലോസ് പറയുന്നു, ഞാൻ കർത്താവ് നിന്നും പ്രാപിച്ചത് ഏൽപ്പിച്ച് തരുന്നത് എന്തെന്നാൽ, ആമേൻ, കർത്താവ് നിന്നും പ്രാപിച്ചതാ. ഹല്ലേലൂയ. സാത്താൻ ബന്ധിച്ചിട്ടതായിരിക്കുന്ന വ്യക്തിയെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കൈ വരണ്ട ഒരു മനുഷ്യനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. കൈ വരണ്ട ഒരു മനുഷ്യൻ. ഈ കൈവരളച്ചുള്ള മനുഷ്യന്റെ വരളച്ച മാറ്റുന്നതിന് വേണ്ടി കർത്താവ് അവിടെ ചെന്നപ്പോൾ അവിടെയും ഒരു അത്ഭുത ശുശ്രൂഷ നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെയും കർത്താവിനോട് എതിർക്കുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, അനേകർ കൂടി. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞു, ഇതിങ്ങനെ ചിന്ന ശബത്ത് ദിവസമാ, ഇതിവിടെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് കർത്താവ് ആരാ? ശബത്തിന്റെ അധികാരപ്പെട്ടയാളാണ്. അദ്ദേഹത്തോടെന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒരു സൗഖ്യം അപ്പൊ പറഞ്ഞെന്ന, നിങ്ങളുടെ ഒരു ആടോ, ആമേൻ, ഹല്ലേലൂയ, അതെ, ഏതെങ്കിലും തരത്തിൽ ആമേൻ കിണറ്റിൽ അകപ്പെട്ടെന്നിരിക്കട്ടെ, അവരെ രക്ഷിക്കാതിരിക്കുമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് കർത്താവിനോട് ഭയങ്കര എതിർപ്പുണ്ടായി, ഭയങ്കര വൈരാഗ്യമുണ്ടായി. സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാകും, അവരുടെ ജനമല്ലേ കർത്താവിന്റെ കൂടെയായി തീരുമെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, കർത്താവിനെ എതിർക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ഗദരദേശത്തേക്ക് നമുക്കൊന്ന് പോകാം. ആമേൻ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വീട് ഉപേക്ഷിച്ച് നാട്ടുകാര് വെറുത്ത്, വീട്ടുകാര് വെറുത്ത്, ദേശക്കാര് വെറുത്ത്. എന്താ വെറുക്കാതിരിക്കുന്നത്? ഇവനെ കണ്ട വെറുക്കാതിരിക്കുവോ? കാരണം പ്രൈസ് ദി ലോർഡ്, ചങ്ങലകളാൽ ബന്ധിച്ച് കല്ലറയ്ക്കകത്ത് ജീവനോടിരിക്കുമ്പോൾ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ.
ജീവൻ ഉണ്ടെന്നുള്ള ശരിയാ, പക്ഷെ ഇവനെ ബന്ധിച്ചുവിട്ടിരിക്കുക, കല്ലറയ്ക്കകത്തിട്ടിരിക്കുക. സ്തോത്രം. നാളുകളായി കല്ലറയ്ക്കകത്ത് കടന്ന് നിലവിളിക്കുകയാ. എന്താ പറയുന്നെന്ന് പോലും അറിയത്തില്ല. സുബോധം പോലും തനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതേ അവസ്ഥയിൽ ഹല്ലേലൂയ നാട്ടുകാർ ഭയപ്പെടുന്നു, വീട്ടുകാർ ഭയപ്പെടുന്നു, അങ്ങനെ കാണുന്നവരെല്ലാം ഭയപ്പെടുന്നു. അവസാനം ഇവനെ ഒതുക്കി കൂട്ടി വെച്ചിരിക്കുകയാ. സ്തോത്രം. കല്ലറയ്ക്കകത്താകുമ്പോ സാധാരണപ്പെട്ട കാര്യം കയറി ചെല്ലത്തില്ലല്ലോ, അവിടെ ഒതുങ്ങി കൂടി കിടന്നോളുമല്ലോ. ബന്ധിച്ചിട്ടേക്കുവാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഇവൻ പുറത്തു വരണമെന്ന് എന്റെ കർത്താവ് ആഗ്രഹിച്ചാൽ അവൻ പുറത്തു തന്നെ വരും. ആരൊക്കെ ബന്ധിച്ചാലും, എങ്ങനെയൊക്കെ ബന്ധിച്ചാലും, ഏതെല്ലാം അവനെ തടസ്സം ചെയ്താലും, ആ തടസ്സമഴിക്കുന്നവൻ, ബന്ധനമഴിച്ചു മാറ്റുന്നവൻ കടന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അവനെ പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. കേദരദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ മേൽ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂതം പറയുകയാ, ആമേൻ ഹല്ലേലൂയ, മനുഷ്യപുത്ര, നീ എനിക്കും നിനക്കും എന്തേ സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ ദണ്ഡിപ്പാനായിട്ട് വന്നുവോ? സമയത്തിന് മുമ്പേ ദണ്ഡിപ്പാനായിട്ട് വന്നുവല്ലോ. സ്തോത്രം. എന്നിട്ട് പറയാണ്, സമ്മതിച്ചു, നീ വലിയവനാ, നീ സർവശക്തനാ, നീ ഒരു വാക്ക് പറഞ്ഞാൽ സംഭവിക്കുമെന്നുള്ളത് ഭൂതം പറയുക. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ അവിടെ പന്നിക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടേരെ, അതിലേക്ക് പറഞ്ഞു വിട്ടേരെ, ഞങ്ങൾ പൊക്കോളാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവര് പറഞ്ഞതുപോലെ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടു. പന്നികളെല്ലാം കൂടെ കടുംതൂക്കത്തോടെ വെള്ളത്തിൽ പോയി മുങ്ങി ചാടി അത് ചത്തു. ഏകദേശം 2000 പന്നികൾ ഉണ്ടായിരുന്നു. അവന്റെ മേൽ വാദിച്ചിരുന്നത് 2000 ഭൂതങ്ങൾ, ലേഗിയോൻ. സ്തോത്രം. ഇവന്റെ ഭൂതം മാറി, സുബോധം വന്നു, ആത്മശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് കർത്താവിനോട് കൂടെ അവനെ ആരാധിക്കുവാനായിട്ട്, ആമേൻ ഹല്ലേലൂയ, വിളിക്കാതെ തന്നെ അവൻ പറയാ, ഞാനും വരുന്നു അങ്ങയുടെ കൂടെ. സ്തോത്രം. കാരണം വിടുതൽ അങ്ങ തന്നെ, സമാധാനം അങ്ങ തന്നെ, സ്വസ്ഥത എന്റെ ജീവിതത്തിൽ തന്നത് അങ്ങ, ആമേൻ ഹല്ലേലൂയ, സന്തോഷം എന്റെ ജീവിതത്തിൽ തിരികെ തന്നത് അങ്ങ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ വിഷയങ്ങളെല്ലാം അങ്ങ് പരിഹരിച്ചുകൊണ്ട് ഞാൻ നന്ദിയായി അങ്ങയുടെ കൂടെ വരിക. കർത്താവ് പറഞ്ഞു, നീ എളുപ്പം നിന്റെ വീട്ടിൽ ചെന്ന നിന്റെ വീട്ടിലുള്ളവരെ നീ കാണിക്കാൻ നിന്നെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മളോട് പറയുന്നത്, നീ എത്ര ആരെല്ലാം നിന്നെ അകറ്റി നിർത്തി, ആരെല്ലാം നിന്നെ കെട്ടാവുന്ന രീതി കെട്ടി, ഏതെല്ലാം രീതി വാക്കുകളിൽ കൂടെ ബന്ധിച്ച്, മാനസികമായിട്ട് ബന്ധിച്ച്, ആത്മീയമായി ബന്ധിച്ച്, ആമെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവ് നിന്റെ അപേക്ഷ കേൾക്കുമ്പോൾ, നിന്റെ ഹാലയിൽ നിന്റെ ആവശ്യം അറിയുമ്പോൾ വിടുവിക്കുവാൻ ശക്തനാണ്. ഇന്നു രാത്രികാലം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഭവനം നിനക്കൊരു പക്ഷേ, ആമെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് വന്നില്ല എങ്കിൽ, നീ ആരാധിക്കുന്ന മേഖലകൾ അത്തരത്തിലേക്ക് വന്നില്ല എങ്കിൽ, നിന്റെ സഹപ്രവർത്തകർ അത്തരത്തിൽ വന്നില്ലെങ്കിൽ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമാണ് നിന്നെ വിളിച്ചുവെങ്കിൽ നിന്നെ വിടിയിപ്പാൻ അവൻ ശക്തനാണ്, അവൻ മതിയായവനാണ്. ഇന്ന് രാത്രികാലം ആ ദൈവവചനത്തിൽ ഉറച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ബന്ധനങ്ങളിലായിരുന്ന നിന്റെ ഓരോ മക്കൾക്കും കർത്താവ് വിടുതൽ കൊടുത്തതുപോലെ ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്നതായ ഓരോ ദൈവവൈതലും ദൈവമായിരിക്കുന്ന കർത്താവിന്റെ വിടുതലും കർത്താവിന്റെ സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ വന്ന് ഭവിക്കപ്പെടുവാൻ തക്കവണ്ണം നിറയത്തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ. സകല പോരുകളെ കർത്താവ് ദൂരീകരിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം, സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത, സ്വർഗം അവിടെ നൽകണമേ. എല്ലാവരും കൊണ്ട് കൂടിയിരിക്കണമേ. ആത്മജീവിതത്തിനകത്ത് വളരുവാൻ കഴിയാതെ കർത്താവെ മരവിച്ചു നിൽക്കുന്ന അവസ്ഥകൾ മാറി ദൈവത്തെ സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ സ്വർഗമോടുന്ന് ഒരുക്കുമാറാകണമേ. എളിവിനെ താഴ്ത്തുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.